2015 ഓഗസ്റ്റിൽ ദാവൻകരയിലെ ഹൊന്നാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കൗമാരക്കാരി പെൺകുട്ടി കടന്നു വന്നു. നെലഹോന ഗ്രാമത്തിൽ നിന്നുള്ള ഉഷ എന്ന 19-കാരിയായിരുന്നു അത്. 5 വർഷം മുമ്പ് അവളുടെ പിതാവ് ലക്ഷ്മണനെ അവളുടെ അമ്മ ഗംഗമ്മയും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു അവൾ പോലീസിനോട് പറഞ്ഞത്. പോലീസ് അവൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. കുട്ടി എന്തോ കഥയുണ്ടാക്കി പറയുന്നു എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അവൾ തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ എത്താൻ തുടങ്ങി. ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുകയായിരുന്ന ഉഷയുടെ സഹോദരനും പിതാവിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഇതോടെ നാട്ടുകാരിൽ ചിലർ ഉഷയ്ക്കൊപ്പം ചേർന്നു. ഇതോടെയാണ് പോലീസ് ഉണർന്നത്. അവർ ഉഷയുടെ വെളിപ്പെടുത്തലിനെ ഗൗരവത്തോടെ കാണാൻ തീരുമാനിച്ചു. ഹൊന്നാലി സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന മഹേശ്വര ഗൗഡയുടെ നേതൃത്വത്തിൽ ഉഷയുടെ ഒരു വിശദമായ മൊഴിയെടുത്തു. അമ്മ ഗംഗമ്മയും അമ്മയുടെ ആൺ സുഹൃത്ത് ജഗദീഷും ചേർന്ന് പിതാവ് ലക്ഷ്മണനെ കൊലപ്പെടുത്തിയെന്നും വീട്ടിനകത്ത് കുഴിച്ചിട്ടുവെന്നും ഉഷ മൊഴി നൽകി. എല്ലാത്തിനും താൻ സാക്ഷിയായിരുന്നു എന്നായിരുന്നു ഉഷയുടെ മൊഴി. തുടർന്ന് പോലീസ് ലക്ഷ്മണന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഫോറൻസിക് സംഘവും തഹസിൽദാറും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം നെലഹോന ഗ്രാമത്തിലുള്ള ഉഷയുടെ വീട്ടിലെത്തി. ഉഷയോട് മൃതദേഹം അടക്കം ചെയ്ത സ്ഥലം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഉഷ ചൂണ്ടിക്കാണിച്ച സ്ഥലം കണ്ട് പോലീസ് സംഘം അമ്പരന്നു. ആ വീടിന്റെ പൂജാമുറിയുടെ തറയിലേക്കാണ് ഉഷ വിരൽ ചൂണ്ടിയത്. ദൈവങ്ങളുടെ ചിത്രങ്ങളും വിളക്കുകളും പൂജാ സാമഗ്രികളും ഒക്കെയുള്ള ഒരു ചെറിയ ഇരുണ്ട മുറിയായിരുന്നു അത്. ദൈവങ്ങളുടെ ചിത്രങ്ങളും മറ്റും എടുത്തു മാറ്റി ഫോറൻസിക് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തറയുടെ കോൺക്രീറ്റ് പൊട്ടിച്ച് കുഴിച്ചു തുടങ്ങി. 2ഓ 3ഓ അടി കുഴിച്ചപ്പോൾ തന്നെ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരാളെ കിടത്തിയ നിലയിലുള്ള അസ്ഥികൂടം ഫോറൻസിക് സംഘം ശ്രദ്ധയോടെ പുറത്തെടുത്തു. നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി ഉഷ എന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. പൂജാമുറിയിൽ നിന്നും പിതാവിന്റെ അസ്ഥികൂടം പോലീസ് സംഘം പുറത്തെടുത്തിരിക്കുന്നു. ഇനി മൃതദേഹം ലക്ഷ്മണന്റേതാണെന്ന് തെളിയിക്കണം. ഇതിനായി ഉഷയുടെ DNA സാമ്പിളുമായി അസ്ഥികൂടത്തിന്റെ സാമ്പിൾ ഒത്തുനോക്കി. ഫലം പോസിറ്റീവ്. ലക്ഷ്മൺ കൊല്ലപ്പെട്ടിരിക്കുന്നു.